ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ നെയ്യ് ഇട്ടു. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി ഒരു 100 ഗ്രാം, പിന്നെ ഒരു സവാള കൊത്തി വരുന്നത്, ഇത്രയും വഴറ്റാൻ പോവാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ഇറച്ചി ഉപ്പി പറ്റിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഡയറക്റ്റ് ഞാൻ ഇത് വഴറ്റിയിട്ട് അരച്ച് ചേർത്തിട്ട് കറിയാക്കുന്നുണ്ട്. വേണ്ടവർക്ക് കറിവേപ്പില ഇപ്പോൾ ചേർക്കാം. ഇതൊന്ന് വഴന്ന് വെച്ച് അപ്പോൾ അത് പതുക്കെ വഴന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ പാത്രം ഇത് വന്ന് കഴിയുമ്പം ചൂട് ക്രമീകരിക്കും. ഞാനിവിടെ നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ, ഇതുണ്ട്, ഇവിടെ ഉപ്പി പറ്റിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബീഫൊന്ന് ഉടക്കുകയാണ്. അതിനെന്താ പറയുന്നത്, റോസ്റ്റല്ല, ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് CDCയുടെ വെളിച്ചെണ്ണയാണ്. അത് ഞാൻ ഇവിടെ തണുപ്പായതുകൊണ്ട് ജസ്റ്റ് ചൂടാക്കി അതിനകത്ത് തണുപ്പുണ്ട്. അതിനകത്ത് മഴ പെയ്തു, അതുകൊണ്ട് നല്ല തണുപ്പാണ്. അതിലൂടെ ഒരു കൂളറും AC ഒക്കെ ഓണാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് ഉടഞ്ഞു പോയത് എൻ്റെ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വെച്ച് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഉണ്ട്, നാട്ടിലൊക്കെ ആണെങ്കിൽ കറിവേപ്പില ഉണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് മേടിച്ച് വന്നിട്ട് ഞാൻ അതൊന്ന് വിനാഗിരിക്കകത്തൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് കഴുകി എടുക്കുക. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഒമാനിൽ ഒക്കെ വന്നിരുന്നെന്ന് പറഞ്ഞാലും കുറച്ച് കെമിക്കൽസ് എന്തായാലും ആഡ് ചെയ്യുക. അതായത് സൂപ്പർ മാർക്കറ്റിൽ ഒന്നും വെച്ചിട്ട് മണമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ അതിനകത്തേക്ക് ഒരു പിടി നമ്മുടെ ബദാമുണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർക്കുകയാണ്. ഇത് എൻ്റെ രീതിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. നമുക്ക് ഡിഫറെൻ്റ് രീതിയിൽ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് ഞാനത് റോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾക്കറിയാം, ഞാൻ ബീഫ് റോസ്റ്റ് ആക്കിയത്. അതിങ്ങനെ ഫ്രൈ ചെയ്യുകയാണ്. റോസ്റ്റ് ആക്കി നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല. ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം പുറത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ചുമന്ന് വരച്ച് ഇത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫുണ്ടല്ലോ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള പാത്രം ചെറുതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. അത് കുറച്ച് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, 100 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഓൾറെഡി മൂത്തു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇതിൻ്റെ പാത്രം ചെറുതല്ലേ. നമുക്ക് പാത്രം വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഒരുമിച്ചാണ് ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറിയ പാത്രമാണ് പ്രാവശ്യം മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച പാത്രം ഉണ്ടല്ലോ, പോട്ടിന് പോയതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ ഒരു കോൺഷ്യസാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതുപോലെ തടിയുടെ പാത്രം മാത്രം, തടിയുടെ ഒരു തടി മാത്രം യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് നിങ്ങൾ എരിവ് ഇടുക. ഞാനിതിൻ്റെ അകത്തേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ്, അത് 1 ടീസ്പൂണ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് ഒരു ടീസ്പൂൺ ഇല്ല, ഞാനത് ഇട്ട് കുറയുക. എരിവ് അനുസരിച്ച് നല്ല എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. അത് ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വെച്ചിരിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴങ്ങി ഒന്ന് വെള്ളമൊക്കെ പറ്റി ഫ്രൈ ആയിട്ട് വെച്ച് അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞ് ഇത് തന്നെ ഈ പാത്രത്തിൻ്റെ ചൂട് അതൊന്ന്
അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ആവുന്നത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഫ്രൈ ആയി വരണമല്ലോ. പാത്രത്തിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ തൊടാൻ കേട്ടോ. ഇങ്ങനെ ഇതൊന്നും ചൂടൊന്നും ഇല്ല, അത്രയ്ക്ക് നല്ല ശക്തിയുണ്ട് ഈ പാത്രത്തിന്. അകത്ത് ഈ സൈഡിലൊക്കെ തൊട്ടാൽ ചൂടില്ല, അകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ചൂട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ, ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്തപ്പം ഇത് കുറഞ്ഞു, നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊരു 7 ഡിഷിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്കൊന്ന് സെർവ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വായിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഞാനതൊന്ന് സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു. ഇതാണ് ഞാൻ 7 ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല മസാല ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ പിടിച്ചിരിക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ വീഡിയോ ആയി വീണ്ടും വരാം. അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.